പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, റോമ 5:20 തിരുവചനം പറയുന്നു, പാപം വർദ്ധിച്ചിടത്ത് കൃപാവരം അതിലേറെ സമൃദ്ധമായി. പാപം മൂലം നമുക്ക് നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെക്കാൾ വളരെ കൂടുതൽ അനുഗ്രഹങ്ങൾ പാപത്തിന്മേൽ ക്രിസ്തു വരിച്ച വിജയം നമുക്ക് നേടിത്തന്നു. ദുഷ്ടൻ്റെ ശക്തി തകർക്കാനായി യേശു ക്രൂശിക്കപ്പെടുകയും ഉയർക്കുകയും ചെയ്തുകൊണ്ട് യേശു സർവ മനുഷ്യരുടെയും രക്ഷകനായി മാറി. ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാചിൻ്റെ പ്രലോഭനത്തിന് വിധേയനായ മനുഷ്യൻ ദൈവകൽപ്പനകൾ ലംഘിച്ച് പാപം ചെയ്തതിനാൽ തിന്മയുടെ ശക്തി ലോകത്തിൽ പ്രവേശിച്ചു. പാപത്തിന് മനുഷ്യൻ അടിമയായി മാറുകയും ചെയ്തു. പാപത്തിൽ വീണുപോയ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ടാണ് യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് വന്നത്. റോമ 5:12 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ എല്ലാ മനുഷ്യരും പാപികളായി. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. റോമ 5:19 തിരുവചനം പറയുന്നു, ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. അപ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ദൈവജനത്തിൻ്റെ മോചനത്തിനായി അയക്കപ്പെട്ടവനാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകുവാൻ അയക്കപ്പെട്ടവനാണ് യേശു. മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷകനും വിമോചകനുമാണ് ഈശോ. യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളുമെല്ലാം ഈശോ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്നുള്ളതിന് തെളിവുകളാണ്. നാം എല്ലാവരും പല വിധത്തിൽ ബന്ധിതരാണ്. പാപത്തിൻ്റെയും അജ്ഞതയുടെയും രോഗത്തിൻ്റെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും അതോടൊപ്പം തന്നെ നമ്മെ വേദനിപ്പിച്ചവരുടെ വാക്കുകളും ഓർമ്മകളും അതിൽ കുടുങ്ങി, ആ ബന്ധനത്തിൽ കുടുങ്ങി ജീവിക്കുന്നവരാണ് നമ്മിൽ പലരും. ഇവയിൽ നിന്നെല്ലാം മോചനം നൽകുവാൻ കഴിവുള്ള ഏക വ്യക്തി ഈശോ മാത്രമാണ്. എഫേസോസ് 1:7 തിരുവചനം പറയുന്നു, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. യേശു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? നാം ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടി, പാപ പരിഹാരത്തിനായി, നമ്മുടെ നിത്യരക്ഷയ്ക്കായി, നിത്യജീവൻ നമുക്ക് നൽകുന്നതിനായി യേശു പീഡകൾ സഹിച്ച് നമുക്ക് വേണ്ടി കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചു. എന്താണ് നിത്യജീവൻ? സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ ആർക്കാണ് നിത്യജീവൻ ഉള്ളതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. യേശു പറയുന്നു, യേശുവിൻ്റെ വചനം കേൾക്കുകയും യേശുവിനെ അയച്ച പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട് എന്ന്. നാം യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കുക മാത്രം ചെയ്യുന്നവരാകരുത്. അങ്ങനെ ആയാൽ നാം ആത്മവഞ്ചകരായി മാറും. വചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് നമ്മൾ മാറ്റങ്ങളുണ്ടാകുന്നത്. പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും അകന്നും ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നതും അപ്പോഴാണ്. പ്രലോഭനങ്ങളിൽ സാത്താൻ ഒരുക്കുന്ന കെണിയിൽ വീഴാതെ നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നതും വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.